ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിന്റെ മനോവിഷമത്തിൽ കിടന്ന് കരയുന്ന ജിസേലിനെ ആശ്വസിപ്പിക്കുകയാണ് ആര്യൻ. ഇന്നത്തെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ജിസേൽ നേരെ വാഷ്റൂം ഏരിയയിലേക്ക് ഓടുന്നു. സ്വന്തം കൂട്ടുകാർ തന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിന്റെ മനോവിഷമത്തിലാണ് വാഷ്റൂമിലേക്ക് ഓടിയതും വാഷ്റൂമിൻ്റെ അകത്ത് ഇരുന്ന് കരഞ്ഞതും. ആര്യൻ തൊട്ടു പുറകെ ചെല്ലുന്നു. നീ എൻ്റെ കൂടെ ഒരു മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആര്യൻ ജിസേലിനെ വാഷ്റൂമിൽ നിന്ന് വിളിച്ച് പുറത്തിരുത്തി ഒരു സോഫയിൽ ഇരുത്തുന്നു. ആ വഴി തന്നെ അക്ബറും വരുന്നുണ്ട്. അക്ബറും ജിസേലിനെ നോമിനേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അക്ബറിൻ്റെ അടുത്താണ് ജിസേൽ പറയുന്നത്, നീ നോമിനേറ്റ് ചെയ്താണ് എനിക്ക് വിഷമമായത്. നീ എൻ്റെ പേര് നോമിനേറ്റ് ചെയ്തതിലല്ല വിഷമം, പക്ഷേ എൻ്റെ പേര് നീ ആദ്യം പറഞ്ഞു. നീ രണ്ടാമതാണ് ലക്ഷ്മിയുടെ പേര് പറഞ്ഞത്. അപ്പോൾ ലക്ഷ്മീനെക്കാളും വലിയ തെറ്റാണ് ഞാനിവിടെ ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ ലക്ഷ്മീനെക്കാളും റോങ് ആയിട്ടാണല്ലോ ഞാനിവിടെ നിന്നത് എന്നാണല്ലോ നീ ഉദ്ദേശിച്ചത്. അതൊട്ടും ശരിയായില്ല അക്ബർ എന്ന് പറഞ്ഞാണ് പൊട്ടിക്കരയുന്നത്. അപ്പോൾ അക്ബർ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല ജിസേൽ, ഞാൻ ആദ്യം കണ്ടത് നിൻ്റെയാണ്. ആ ഒരു ഓർഡറിൽ പെട്ടെന്ന് ആദ്യം നിന്നെയാണ് കണ്ടത്, അത് കഴിഞ്ഞാണ് ലക്ഷ്മി ഇരിക്കുന്നത് കണ്ടത്. അതുകൊണ്ടാണ് നിൻ്റെ പേര് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞ് സോറിയും പറഞ്ഞ് ജിസേലിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ജിസേൽ അങ്ങ് പൊട്ടിക്കരയുകയാണ്. ജിസേൽ സത്യം പറഞ്ഞാൽ ജയിലിൽ പോകാൻ തീരെ താല്പര്യമില്ല. കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസം ജയിലിൽ പോയ ആൾ തന്നെയാണ്. അപ്പോൾ അയാളെ വീണ്ടും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോൾ ജിസേൽ വളരെയധികം സങ്കടം വന്നു. അങ്ങനെ വീണ്ടും പൊട്ടിക്കരയുകയാണ് ജിസേൽ. ആ ഒരു സമയത്ത് ആര്യൻ വീണ്ടും ആശ്വസിപ്പിക്കുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ജിസേലും ലക്ഷ്മിയും ജയിലിൽ ലോകത്ത് ടാസ്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.